വൈഫിൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ ഹസ്ബൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രൗണി ആയിരുന്നു ഇത്. ഏകദേശം ഒരു മാസം മുന്നേ തന്നെ തുടങ്ങിയ പ്ലാനിങ് ആയിരുന്നു കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ ഒരു ഡ്രസ് ഹാമ്പർ കൂടി ഉണ്ട്. പുള്ളിക്കാരി നല്ലൊരു ചോക്ലേറ്റ് ലവറാണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് കേക്കിന് പകരം ബ്രൗണി സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എത്താൻ ഇഷ്ടംപോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഓർഡർ തരികയാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്തതാണ് ഈ ന്യൂട്ടല്ല ബ്രൗണി. അപ്പോൾ ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതൊരു ഹാർട്ട് ഷേപ്പിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് ടോപ്പിംഗ്സും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രീ പ്ലാന്റ് വൈഫ് ഒരു കാരണവശാലും അറിയാനും പാടില്ല. ഇത് സർപ്രൈസ് ആയിട്ട് തന്നെ വൈഫിൻ്റെ കയ്യിൽ എത്തിക്കണം എന്ന് ഒരു നിർദ്ദേശം മാത്രമേ ഹസ്ബൻഡിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രസ് ഹാമ്പറും ചോക്ലേറ്റ് ബ്രൗണിയും ഒക്കെ റെഡിയാക്കിയിട്ട് വൈഫിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ എന്നെ കണ്ട ഉടനെ വൈഫ് എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ടുവരാൻ വന്നതാണോ ഇത്താ? സത്യം പറഞ്ഞാൽ ഇത്രയും നേരം അവൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്നാണ് അവളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആളെല്ലാ വർഷവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് വൈഫിന് കൊടുക്കാറുള്ളത് കൊണ്ട് തന്നെ അവൾ ഇങ്ങനത്തെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു മാസം കൊണ്ട് പ്ലാൻ ചെയ്ത സർപ്രൈസ് ഇവിടെ പൊളിഞ്ഞു കിട്ടി. അങ്ങനെ സർപ്രൈസ് പൊളിഞ്ഞെങ്കിലും അവർക്ക് ബ്രൗണിയും ഹാമ്പറൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബ്രൗണിയുടെയും ഹാമ്പറിൻ്റെയും ഫൈനൽ ലുക്ക്.